മണ്ഡലകാല പൂജകൾക്കായി ശബരിമല നട തുറന്നു. 4 മണിക്ക് മേൽശാന്തി PN മഹേഷ് നട തുറന്ന് ദീപം തെളിയിച്ചു. നിയുക്ത മേൽശാന്തിമാരെ തന്ത്രി കണ്ഠരര് രാജീവർ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. മേൽശാന്തിമാരുടെ കൈപിടിച്ചാണ് 18ാം പടി കയറ്റി സന്നിധാനത്തിലേക്ക് എത്തിച്ചത്. നാളെ വൃശ്ചിക പുലരിയിൽ പുതിയ മേൽശാന്തിമാർ ശബരിമല മാളികപ്പുറം നടകൾ തുറക്കും. സജീവ് സി വാര്യർ സന്നിധാനത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. മണ്ഡലകാലം തുടക്കമായിരിക്കുന്നു. ഇനി ഉള്ള സമയമെല്ലാം ശരണം വിളികളുടെ കാലം തന്നെ. ഭക്തജന തിരക്ക് ഓരോ മണിക്കൂറും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. എന്തെല്ലാം പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ഇന്നും നാളെയും ഒക്കെ നടക്കുന്നത് അവിടെ? സജീവ് സി വാര്യർ. തീർത്ഥാടക ലക്ഷങ്ങൾ ഒരു വർഷം കാത്തിരുന്ന മണ്ഡല തീർത്ഥാടന കാലം ആരംഭിച്ചിരിക്കുന്നു. വൈകിട്ട് 4 മണിക്കാണ് നട തുറന്നത്. 1 മണി മുതൽ പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ ശബരിമലയിലേക്ക് കടത്തിവിട്ടിരുന്നു. 4 മണിക്ക് PN മഹേഷ് നമ്പൂതിരി ഇപ്പോഴത്തെ മേൽശാന്തിയാണ് നട തുറന്നത്. നട തുറന്ന് ദീപം തെളിയിച്ച ശേഷം ആഴിയിൽ വിളക്ക് ആഴി ജ്വലിപ്പിച്ച ശേഷമാണ് മേൽശാന്തിമാരെ മുകളിലേക്ക്, അതായത് 18ാം പടിയിലേക്ക് കയറ്റിയത്. കൈപിടിച്ച് ആനയിച്ച് സന്നിധാനത്തെത്തിച്ചു. അതിനുശേഷം ഇനി 7 മണിയോട് കൂടിയാണ് അവരെ അഭിഷിക്തരാക്കുന്ന ചടങ്ങുകൾ ഉള്ളത്. മൂലമന്ത്രം ചൊല്ലിക്കൊടുത്തുകൊണ്ട് തന്ത്രിയാണ് ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക. കലശം നൽകി മൂലമന്ത്രം ചൊല്ലിക്കൊടുത്ത ശേഷമാണ് മേൽശാന്തിമാരെ അഭിഷിക്തരാക്കുന്നത്. ഈ നിയുക്ത മേൽശാന്തിമാർ അതോടുകൂടി ശബരിമല പുറപ്പെട്ട മേൽശാന്തിമാരായി മാറും. അതിനുശേഷം ഇന്ന് രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടുകൂടി ഇപ്പോഴത്തെ മേൽശാന്തിമാർ 2 പേരും മലയിറങ്ങും. നാളെ രാവിലെ ഇപ്പോഴത്തെ അഭിഷിക്തരാകുന്ന മേൽശാന്തിമാരാണ് നാളെ മുതൽ ഈ എല്ലാ പൂജകൾക്കും നേതൃത്വം നൽകുക. തന്ത്രിയുടെ സാന്നിധ്യത്തിലായിരിക്കും ചടങ്ങുകൾ. തന്ത്രി കണ്ഠരര് രാജീവര് നേതൃത്വം നൽകിയിരുന്നു ഇന്നത്തെ ചടങ്ങുകൾക്ക്. ഇന്ന് പ്രത്യേക പൂജകളൊന്നും തന്നെയില്ല. ദീപാരാധന അടക്കം ഒരു പൂജകളുമില്ല. തുടർച്ചയായ ദർശനമാണ് സാധ്യമാക്കുന്നത്. പ്രത്യേകിച്ചും 1 മണിക്ക് പമ്പയിൽ നിന്ന് പുറപ്പെട്ട തീർത്ഥാടകരെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവർ 4 മണിയോട് കൂടി തന്നെ സന്നിധാനത്ത് എത്തിച്ചേർന്നു. അതിനുശേഷം തുടർച്ചയായ ഭക്തജനപ്രവാഹമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് രാത്രി 11 വരെ തുടരും. ഇന്ന് 30,000 പേർക്കാണ് വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് നൽകിയിരിക്കുന്നത്. അതിനുശേഷം 10,000-ഓളം പേർ ഇനിയും സ്പോട്ട് ബുക്കിങ്ങിനായി നിൽക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 40,000-ഓളം തീർത്ഥാടകർ ഇന്ന് മല ചവിട്ടും, 18ാം പടി കയറും, അയ്യനെ തൊഴും, പിന്നീട് മലയിറങ്ങും. നാളെ വീണ്ടും കൂടുതൽ പേർ എത്തുമെന്നാണ് കരുതുന്നത്. 80,000 പേർക്കാണ് നാളെ മുതൽ ഓരോ ദിവസവും ദർശനത്തിന്റെ പുണ്യനാളുകൾ സമ്മാനിച്ചുകൊണ്ട് ശബരിമല നട തുറന്നു. സജീവ് സി വാര്യർ വിവരങ്ങൾ നൽകിയത്. ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും പരമാവധി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി VN വാസവൻ. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവർക്ക് അവരുടെ ഭാഷകളിൽ മാർഗനിർദ്ദേശം നൽകുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സുഗമമായ ദർശനത്തിനാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സന്നിധാനത്ത് സുഗമമായ ദർശനത്തിന് സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്ന് ADGP S. ശ്രീജിത്ത്. 1 മിനിറ്റിൽ 85 തീർത്ഥാടകരെ കടത്തിവിടാനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകുമെന്നും S. ശ്രീജിത്ത് വ്യക്തമാക്കി. ശബരിമലയിൽ സേവനത്തിന് ഇത്തവണ ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് സംഘവും എത്തി. എരുമേലി, കാളകെട്ടി, പ്ലാപ്പള്ളി, നിലയ്ക്കൽ, പള്ളിയറക്കാവ്, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിലും വിവിധ സ്നാനഘട്ടങ്ങളിലും സ്കൂബ അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അഗ്നിരക്ഷാ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ആവശ്യമായ സുരക്ഷാ പരിശോധനകൾ തുടരുമെന്ന് ഡയറക്ടർ ജനറൽ K. പത്മകുമാർ IPS അറിയിച്ചു.